എവിടെ നിന്നാണ് ഡോക്ടറെ കൊണ്ടുവന്നത്? ഇതിനെ പുത്തൂരിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്. നമസ്കാരം, ഡയൽ 7 മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുത്തൂര് മാവടിൽ നിന്നും 2 മൂർഖൻ പാമ്പിനെ JCB ഉപയോഗിച്ച് പിടിച്ച് അതിൽ പരിക്കേറ്റ 2 മൂർഖൻ പാമ്പിന്റെയും ശസ്ത്രക്രിയ കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നടക്കുകയുണ്ടായി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ നമ്മളോടൊപ്പം ചേരുന്നു. കൊല്ലം ജില്ലാ വെറ്റിനറി സെന്ററിൽ വർക്ക് ചെയ്യുന്ന സർജനാണ്. എൻ്റെ പേര് സജയ് കുമാർ. ഈ 2 മൂർഖൻ പാമ്പുകളെ ഒരു ആക്സിഡന്റ്, ഒരു JCB കാരണം ഒരു ആക്സിഡന്റ് റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. 2ന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. 2ന് വിസറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അവയവങ്ങൾ വെളിയിൽ വന്ന് വലിയ മുറിവുകളും ഉണ്ടായിരുന്നു. അത് 2ഉം വളരെ ഗുരുതരാവസ്ഥയിലും ഭയങ്കര അജിറ്റേറ്റഡുമായിട്ടായിരുന്നു കൊണ്ടുവന്നത്. അതിന് നമ്മൾ മയക്കി ശസ്ത്രക്രിയ ചെയ്ത് അതിനെല്ലാം തിരിച്ച് റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്ത് അതിനെ ശരിയാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മെഡിസിന് വേണ്ടി അഡ്വൈസ് ചെയ്തു. അത് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് അതിന് പ്രോപ്പറായിട്ട് അഡ്വൈസ് പാലിച്ച് അതിനെ കൊണ്ടുവന്ന് എന്നും ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം അതിൽ ഒരെണ്ണം മെയില് ഏകദേശം റിക്കവേർഡാണ്. അതിന് 1-2 ദിവസത്തിനകം വിടും. ഫീമെയിലിന് ഒരു ശകലം കൂടെ ഇഞ്ചുറീസ് ഉണങ്ങാനുണ്ട്. ഒരാഴ്ച എടുക്കുമായിരിക്കും. അതിനകം അതിനെ റിലീസ് ചെയ്യാറായി. അതിൻ്റെ ആദ്യത്തെ അവസ്ഥ കണ്ട് രക്ഷപ്പെടാൻ തന്നെ പാടുള്ള സ്ഥിതിയിലായിരുന്നു. പക്ഷേ പതുക്കെ അത് റിക്കവറായി വന്നു. അല്ല, നമ്മളിവിടെ വൈൽഡ് ആനിമൽസിൻ്റെ റെപ്റ്റൈൽസിൻ്റെയൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ 2 കോബ്രയെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും ഇത്രയും ഗുരുതരമായിട്ട് പരിക്കുള്ളതും ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത്. അല്ലാതെയും നമ്മൾ ഇവിടെ പെരുമ്പാമ്പിൻ്റെയും കോബ്രയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ വൈൽഡ് ആനിമൽസിനെയൊക്കെ കൊണ്ടുവരുന്നത്. രണ്ടും ബെറ്റർ, രണ്ടും നല്ല. ഇപ്പോൾ അത് വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. ഫീഡിങ് അത് വല്ലപ്പോഴേ ചെയ്യത്തുള്ളൂ. അത് ഇനി അതിനെ വിട്ടാലേ അത് ഫീഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി, വലിയ നോർമൽ ആവാൻ തുടങ്ങി. അതെ അതെ അതെ, വിഷം കൂടിയത് അത് നല്ല പോയിസണസ് ഇതാണ്. അതുമല്ല, അന്ന് കൊണ്ടുവന്ന സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അത് വളരെ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത അവർ ചെയ്തത്. അത് മയക്കി കഴിയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതായി. പക്ഷെ പിന്നെ ഡ്രസ്സിങ് ഒക്കെ സബ്സിക്വന്റ് ചെയ്യുമ്പോഴേ നമ്മൾ മയക്കാതെ ചെയ്യുന്നത്. ഇപ്പം പക്ഷെ അതിനും ഒരുവിധം അത് ഓക്കെയാണ്, അത് നിന്നോളും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇത്രയും മാരകമായ മുറിവുകളാണ് നേരിട്ടത്. അതെ, സാധാരണ ആൾക്കാർ ഇങ്ങനെ കൊടുക്കാറില്ല. അപ്പോഴേ അതെ അതെ. പക്ഷെ അവര് അതെ അത് ശരിയാ. പക്ഷെ അവര് അന്നേരം തന്നെ ഈ ഫോറസ്റ്റ് വിളിച്ച് റെസ്ക്യൂവേഴ്സിനെ വിളിച്ചായിരുന്നു, ഈ കുഴിച്ചവര് തന്നെ. എന്നിട്ട് ഇവരന്നേരം പോയി അന്നേരം തന്നെ റെസ്ക്യൂ ചെയ്ത് വിതിൻ ഒരു 1-1.5 മണിക്കൂറിനകം കൊണ്ടുവരികയും ചെയ്തു. ഈ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്? കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു? ഇല്ല 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 ഇല്ല. എത്ര ദിവസമായി? അതിപ്പം ഏകദേശം ഇപ്പോൾ ഒരു 4-5 ദിവസമായി ഇതെല്ലാം ആയിട്ട്. അത് ഇനിയിപ്പോൾ ഒരാഴ്ചക്കകം 2നെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരെണ്ണം 1-2 ദിവസത്തിനാണ് ചെയ്യാം. പക്ഷെ മിക്കവാറും 2നെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. കൊടുത്തു. ഫോറസ്റ്റ് തന്നെ അതിന്റെ കസ്റ്റഡി. നമ്മളിവിടെ സർജറി ഇവിടെ തന്നെ ചെയ്തത്. ഫോറസ്റ്റ് തന്നെ അതിന്റെ കസ്റ്റഡിയിൽ അവര് കൊണ്ടുവരും. സർജറി കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. ഏത് റേഞ്ചിലായിരുന്നു? കൊല്ലം, നമ്മള് ഇവിടെ കൊല്ലം റേഞ്ച്. ഇവിടുത്തെ നമ്മള് കൊല്ലം ഓഫീസിലാണ് അവര് സൂക്ഷിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രായമുണ്ടെന്ന്? പ്രായം എക്സാക്ട്ലി നമുക്ക് അതിന്റെ ഐഡിയ ഇല്ല. ഒന്നാമത് ഈ പാമ്പിന്റെ ഈ പ്രായമൊക്കെ ഭയങ്കര പാടാണ്. ഇത് ശരിക്കും മനസ്സിലാക്കാം. അവര് ഫോറസ്റ്റുകാർ പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു അതിനെ ഒരു ഗസ് ചെയ്തിട്ടില്ല. പക്ഷെ മെയിലും ഫീമെയിലും അതറിയാം. അത് അവര് തന്നെ ഐഡന്റിഫൈ ചെയ്തു. അതെ അതെ അതെ. അത് ഭയങ്കരമായിട്ട് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചോർഡായിരുന്നു. അന്നേരം അത്രയും പെയിനും കാര്യങ്ങളും ഉണ്ടായോണ്ട് ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചോർഡായിരുന്നു. അന്നേരം അത്രയും പെയിനും കാര്യങ്ങളും ഉണ്ടായോണ്ട് ഭയങ്കരമായിട്ട് പ്രതികരിച്ചു.
ഡോക്ടറിനോട് കൊണ്ടുവരുന്ന സമയത്തും ഡോക്ടറിന്റെ രീതിയിലും ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് ഇല്ല ഇല്ല അല്ല അതെല്ലാം അവർ സേഫായിട്ട് അതിനെ പിടിച്ചിട്ടേ നമ്മൾ അതിനെ ഇഞ്ചക്ഷൻ എടുത്തോളൂ. ആണല്ലേ. നമുക്ക് അല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് അത് ഫോറസ്റ്റുകാർ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഇഞ്ചക്ഷൻ. അപ്പൊ എന്തായാലും ഡോക്ടറിന്റെ ഫസ്റ്റ് സർജറി ആണല്ലോ അല്ലേ? അല്ല ഞാൻ വേറെയും ഇതിന്റെ പെരുമ്പാമ്പിന്റെയും കോബ്രയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ.